ഹായ് 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 നമ്മുടെ LSS എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഓർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്സിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും വെറും 5 മിനിറ്റിൽ മാഷ് പറഞ്ഞുതരാൻ വേണ്ടി പോവുകയാണ്. മാത്സിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും വെറും 5 മിനിറ്റിൽ കിട്ടാൻ വേണ്ടി പോവുകയാണ്. ഇത് ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും കേട്ടോ. അതായത് കലണ്ടറിന്റെ ഭാഗത്ത് നിന്ന് എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിച്ച് വെക്കാനും ആ കാര്യം കമന്റിൽ അറിയിക്കാനും മറക്കാതിരിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് LSS പഠിക്കാൻ വേണ്ട എല്ലാ വിഷയത്തിനും നോട്ടുകൾ ആവശ്യമുണ്ട്. ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. താഴെ കമന്റ് ബോക്സിൽ ജോയിൻ ഫോർ ഫ്രീ നോട്ട്സ് പറഞ്ഞിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അതിലും കൂടെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ഈ ചോദ്യത്തിലോട്ട് കിടക്കുക, എല്ലാ ചോദ്യങ്ങളിലോട്ട് കിടക്കുക. ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ കലണ്ടറിന്റെ ഭാഗങ്ങൾ നോക്കേണ്ട ആവശ്യം പോലില്ല കേട്ടോ. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇത് നമ്മളൊരു കലണ്ടറാണ്. കലണ്ടറിന് കണ്ടോ ഇവിടെ നമ്പറുകളൊന്നും തന്നിട്ടില്ല. കലണ്ടറിൽ നമ്പറുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കല്ലോ, പക്ഷെ ഇവിടെ നമ്പറുകളൊന്നും എഴുതി തന്നിട്ടില്ല. കലണ്ടറിൽ ഇതുപോലെ 4 നമ്പറുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോളത്തിലുള്ള നമ്പറും ഈ കോളത്തിലുള്ള നമ്പറും ഇവിടുത്തെ നമ്പറും ഇവിടുത്തെ നമ്പറും ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുകളിൽ നിന്ന് 2 താഴ്ന്ന് 2 അങ്ങനെ ഒരു 4 നമ്പർ ഒരു സ്ക്വയർ ഷേപ്പിൽ സമചതുരാകൃതിയിൽ കലണ്ടറിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താന്ന് വെച്ചാൽ, കലണ്ടറിൽ ഏത് കലണ്ടർ ആവട്ടെ അതിൽ ഇതുപോലെ 4 നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വരുന്ന നമ്പറുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത വെച്ചിട്ട് ഈ 4 ഓപ്ഷനിൽ ഏതോ ഒന്ന് വരാൻ ചാൻസ് ഇല്ല. ആ ചാൻസ് ഇല്ലാത്ത നമ്പർ ഏതാ നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിൾ ചോദ്യ. ഏത് കലണ്ടർ ആവട്ടെ ഇതേ രൂപത്തിൽ ഒരു 4 നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂട്ടിയാൽ കിട്ടുന്ന, അതിനുള്ളിലെ നമ്പറുകൾ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ നമ്പർ ആയിരിക്കും. അതായത് ഇതിന്റെ ഉള്ളിൽ വരുന്ന 4 നമ്പറും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റണം. 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം റിമൈൻഡർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്പറിന് 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റൂല. അതായത് ആ നമ്പർ കലണ്ടറിൽ ഇതുപോലെ 4 നമ്പർ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ആവൂല. അപ്പൊ കലണ്ടറിൽ ഇതുപോലെ 4 നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരത്തിന്റെ പ്രത്യേകത എന്താ? 4ന്റെ ഗുണിതമായിരിക്കും, 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ ഏതോ ഒരു നമ്പറിന് 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റൂല. ആ നമ്പർ ആയിരിക്കും എന്ത്? ഏത് കലണ്ടർ ആവട്ടെ ഇതുപോലെ 4 നമ്പറുകൾ സെലക്ട് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ആവാൻ ചാൻസ് ഇല്ലാത്തത്. അപ്പൊ ഇതിൽ ഏതിനാണ് ഹരിക്കാൻ പറ്റാത്തത്? 96നെ 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റുമോ നമുക്ക് നോക്കാം. 96 ഹരിക്കണം 4. 9 4 2 പ്രാവശ്യം, 2 4 8, 9 8 കുറച്ചാൽ 1, 6 ഇറക്കി എഴുതി, 16 4 4 പ്രാവശ്യം, 4 4 16, റിമൈൻഡർ 0. റിമൈൻഡർ 0 എന്നാൽ അർത്ഥം എന്താ? റിമൈൻഡർ 0 എന്നാലാണ് ഹരിക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പൊ റിമൈൻഡർ 0 വന്നു, ശിഷ്ടം 0 വന്നു. അതായത് 96നെ 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റും. റിമൈൻഡർ 0 അല്ലെങ്കിലാണ് ഹരിക്കാൻ വേണ്ടി പറ്റൂല നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ 96നെ ഹരിക്കാൻ വേണ്ടി പറ്റും. ഇതെന്തായാലും ഉത്തരമായിട്ട് വരില്ല. പറ്റാത്തതാ ചോദിച്ചത് അല്ലേ. 104നെ അതുപോലെ 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി കഴിയുമോ? 104നെ 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റും. 104നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര ഉത്തരം വരിക എന്നറിയോ? 26 എന്ന് വരും. 26 ആണ് 104നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം. അപ്പൊ 26 കറക്റ്റ് ആയിട്ട് വരും. ഇതിനും ശിഷ്ടം ഉണ്ടായിരിക്കില്ല. പിന്നെ അതുപോലെ 106നെ ഹരിക്കാൻ വേണ്ടി പറ്റുമോ? അതും കൂടെ നമുക്ക് നോക്കാം. 106 ഇത് മാറ്റി ഡിവൈഡ് നോക്കാം കേട്ടോ. 106 ഡിവൈഡ് ബൈ 4, 106 ഡിവൈഡ് ബൈ 4. 1ന് 4 ഇല്ല. അപ്പൊ 10ൽ എത്ര 4 ഉണ്ട്? 2 4. 2 4 8, 10 8 പോയ 2. ഇവിടെ ഒരു 6 കൂടെ ഉണ്ട്. 6 ഇറക്കി എഴുതി. 26ൽ എത്ര 4 ഉണ്ട്? 26ൽ കറക്റ്റ് ആയിട്ട് 4 കിട്ടൂല അല്ലേ. കിട്ടുമോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യാ നമ്മള്? നമുക്ക് 24 വരെ കിട്ടും. 24ല് 6, 6 4 24. 26ന്ന് 24 പോയാല് റിമൈൻഡർ 2, ശിഷ്ടം 2 വന്നു. ശിഷ്ടം 2 വന്നു. അതിന്റെ അർത്ഥം എന്താ? ഹരിക്കാൻ വേണ്ടി പറ്റൂല. ശിഷ്ടം 0 ആണ് വരേണ്ടത്. അപ്പൊ 106നെ 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റൂല. ശിഷ്ടം 2 വരും. അതായത് 106 വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇതിന് ഉത്തരം കിട്ടി. ഇനി അടുത്തെന്താണ്? 108 ആണ്. 108ന് 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഹരിക്കാൻ വേണ്ടി കഴിയാത്ത നമ്പർ ഏതാണ്? 106 ആണ്. അതായത് ഇതിന്റെ ഉത്തരം 106 ആണ്. ഹരിക്കാൻ വേണ്ടി 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി കഴിയാത്ത നമ്പർ ആണ് എപ്പോഴും കലണ്ടറിൽ ഇതുപോലെ 4 നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് വരിക. അതായത് സാധ്യത ഇല്ലാത്തത്. കലണ്ടറിൽ ഇതുപോലെ 4 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ആവാൻ സാധ്യത ഇല്ലാത്തത് 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി കഴിയാത്ത നമ്പർ ആയിരിക്കും. 106നെ 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം ഇതാണ്. സിമ്പിൾ ചോദ്യം അല്ലേ. അപ്പൊ ഇതുപോലെ 4 നമ്പർ സെലക്ട് ചെയ്താൽ അതിന് 4 കൊണ്ട് അതിന്റെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്താ? 4 കൊണ്ട് ഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതുപോലെ സിമ്പിൾ ആണ്.
ഇവിടെ 9 നമ്പറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 നമ്പർ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ സമചതുരാകൃതിയിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ 9 നമ്പർ സെലക്ട് ചെയ്തു. 3 എണ്ണം, അതിന് തൊട്ട് താഴെ 3 എണ്ണം, അതിന് തൊട്ട് താഴെ 3 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നടുവത്തെ നമ്പർ 9 ആണെങ്കിൽ ബാക്കിയുള്ള നമ്പറുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ നമ്പറും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്താ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 9 ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോളത്തിലുള്ള നമ്പറുകൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ നമ്പറും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്താ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കുറച്ച് ടൈം എടുക്കുമല്ലോ ചെയ്യാൻ. ഇവിടെ 9 ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 9 നിന്ന് 7 കുറച്ചത് ഇവിടെ എന്താ വരിക, 2 ആയിരിക്കും വരിക. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 3 ആയിരിക്കും. ഇവിടെ 9 ആണെങ്കിൽ തൊട്ടുമ്പത്തെ ദിവസം 8 ആയിരിക്കും, ശേഷത്തെ ദിവസം 10 ആയിരിക്കും. അതുപോലെ ഇവിടെ 9 ആണെങ്കിൽ തൊട്ട് നേരെ താഴെ ഉള്ളത് എന്തായിരിക്കും, 9 7 കൂട്ടിയത് ഇവിടെ 16 ആയിരിക്കും, ഇവിടെ ഇപ്പം എന്താ 17 ആയിരിക്കും, ഇവിടെ 15 ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെയുള്ള എല്ലാ നമ്പറും കൂടെ കൂട്ടണം. കൂട്ടിയാലുള്ള ഉത്തരം എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇത് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. ആദ്യം എല്ലാ കോളത്തിലുള്ള നമ്പറുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ, ഒരുപാട് സമയം എടുക്കും. ഇതിനൊരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. LSS എക്സാമിന് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യലാണ് ഇമ്പോർട്ടന്റ്. ഇതിന് ഉത്തരങ്ങളുടെ എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. നടുവിലുള്ള നമ്പർ ഏതാണോ അതിന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉള്ള എല്ലാ അക്കങ്ങളും കൂട്ടിയാൽ കിട്ടും. ഇവിടെ നടുവിലുള്ള നമ്പർ ഏതാ, ഇത് എങ്ങനെ നോക്കിയാൽ നടുവിൽ വരുന്ന നമ്പർ ഇതാണ് 9 ആണ്. അപ്പൊ നടുവിൽ വരുന്ന നമ്പർ 9 ആണ്. അതായത് നടുവിൽ വരുന്ന നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള എല്ലാ നമ്പറും കൂടി കൂട്ടിയാലുള്ള ഉത്തരം നമുക്ക് കിട്ടും. 9നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 81 എന്ന് കിട്ടും. ഇവിടെയുള്ള എല്ലാ നമ്പറും കൂടി കൂട്ടി നോക്കിക്കേ 81 ആയിരിക്കും ഉത്തരം. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം തരട്ടെ. നടുവിലുള്ള നമ്പർ 10 ആണെങ്കിൽ ഇതിന് ഉത്തരം എന്തായിരിക്കും, നടുവിലുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള എല്ലാ നമ്പറും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം നമുക്ക് കിട്ടും അല്ലേ. ബാക്കിയുള്ള എല്ലാ നമ്പറും കണ്ടെത്തിയിട്ട് എല്ലാം കൂടി കൂട്ടേണ്ട ആവശ്യമില്ല. നടുവിലുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള എല്ലാ നമ്പറും കൂടി കൂട്ടിയാലുള്ള ഉത്തരം നമുക്ക് കിട്ടും. അതിന്റെ സമ്മ് ആകെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നടുവിലുള്ള നമ്പർ 10 ആണെങ്കിൽ ഇതുപോലെ 9 നമ്പറുകൾ നമ്മൾ കലണ്ടറിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ നമ്പറും കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യുക. സിമ്പിൾ. നടുവിലുള്ള നമ്പർ 10, നടുവിലുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഉത്തരങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കാതെ കാണുക. അത് നമുക്ക് ഒരു ലൈവിൽ തന്നെ കുറേ ചോദ്യങ്ങൾ പഠിക്കുക. അപ്പോൾ ലൈവ് ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം ആവശ്യമൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളെ ആപ്പിൽ നടക്കുന്നുണ്ട്. അതും കൂടെ മാഷ് ഓർമ്മിപ്പിക്കാട്ടോ. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിനും റിവിഷനാണ് ആവശ്യമെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളെ ആപ്പിൽ ജോയിൻ ചെയ്യാം. എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, 4ാം ക്ലാസ് സെലക്ട് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം, നിങ്ങൾക്ക് LSSന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള നമ്പർ താഴെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നമ്പറിലോട്ട് വിളിച്ചാൽ ഇപ്പോൾ ഒരു ഓഫറും കൂടെ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ നമ്പറിലോട്ട് വിളിച്ചു നോക്കുക. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് LSS പഠിക്കും കൂടെ ചെയ്യാം. എന്തായാലും മാഷ് പോവാണ്. ബൈ ബൈ.